മലപ്പുറം എടക്കര മൂത്തേടത്ത് പശുവിനെ കടുവ ആക്രമിച്ചു. സ്വകാര്യ ഭൂമിയിൽ മേയാൻ വിട്ട പശുവിനെയാണ് ഇന്നലെ കടുവ ആക്രമിച്ചത്. ആക്രമണത്തിൽ പശുവിന്റെ കഴുത്തിന് പരിക്കേറ്റു. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ശാന്തകുമാർ, ഈ സ്ഥിരമായിട്ട് വന്യജീവി ഇറങ്ങുകയും ആക്രമണങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണോ ഈ മൃഗം? അത് ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നുണ്ടോ? വനം വകുപ്പ് ഇടപെട്ടിട്ടുണ്ടോ? എന്താ വിവരങ്ങൾ? സേതു, ഗുഡ് മോർണിംഗ്. നിലമ്പൂർ മേഖല നമുക്കറിയാം, ഈ വന്യമൃഗങ്ങളുടെ ഏറെ സാന്നിധ്യം, അതുതന്നെ അത് ജനങ്ങളെ ഏറെ ഭയപ്പെടുത്തുകയും പ്രയാസത്തിലാക്കുകയും ചെയ്യുന്ന ഇടം തന്നെയാണ്. അത് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ വൈകിട്ട് 4:30 ഈ മേയാൻ വിട്ട പശുവിനെ ഈ കടുവ കടിച്ചു കൊണ്ടുപോകുന്നത്. അത് നേരിൽ തന്നെ ആ ഉടമ കാണുകയാണ്. ഈ പശുവിനെ മേയാൻ വിട്ടതായിരുന്നു. ഒപ്പം ഈ പശുവിൻ്റെ കരച്ചിൽ കേട്ട, അതിൻ്റെ ശബ്ദം കേട്ടതിനെ തുടർന്ന് നോക്കുമ്പോഴാണ് ഈ കടുവ ഇതിനെ കഴുത്തിൽ കടിച്ചുകൊണ്ട് കാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒപ്പമുണ്ടായിരുന്നവരും ഈ ഉടമ പൊറ്റയിൽ മൂസയും അടക്കം ബഹളം വെച്ചതിനെ തുടർന്ന് ഒപ്പം ഓടിയതിനെ തുടർന്നാണ് ഈ കടുവ കാട്ടിലേക്ക് ഓടി മറിയുകയായിരുന്നു. പശുവിന് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. കഴുത്തിനാണ് പരിക്കും പറ്റിയിട്ടുള്ളത്. ഇന്നലെ തന്നെ അതിന് ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമവും ഉടമ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഈ പൊറ്റയിൽ ഭാഗത്ത് ഇത് പതിവായി തന്നെ ഇത്തരം കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നാട്ടുകാർ തന്നെ പലതവണ പരാതി നൽകിയതാണ്. നേരത്തെ ഈ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത് നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇവയെ കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ ഇവയ്ക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നതിനോ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പരാതി ഉയർന്നിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആളുകളേറെ ഭീതിയിലാണ്. പ്രദേശത്ത് ജനവാസ മേഖലയാണ്, ഏതാനും വീടുകളൊക്കെ ഉള്ള ഒരു ഭാഗം തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ കടുവ ഇറങ്ങി ഈ മേയാൻ വിട്ട ഒരു പശുവിനെ തന്നെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സേതു. ഓക്കെ ശാന്തകുമാർ, ശരി. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കിടയിൽ തന്നെ ഓരോ ആഴ്ചയിലും ഇതേപോലെ വാർത്തകൾ വരുന്നുണ്ടല്ലേ, മനുഷ്യ വന്യജീവി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട്.